നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. നവംബർ മാസം 20-ാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതുകൊണ്ട് തന്നെ മുൻകൂട്ടി തീയതികൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുമല്ല, 2 ഗഡുക്കളാണ് എത്തിച്ചേരുന്നത്. വിതരണം ചെയ്യുന്നതിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയാണ്, അത് 1600 രൂപ. അതോടൊപ്പം തന്നെ നവംബർ മാസത്തെ വിതരണ തുകയായിട്ടുള്ള 2000 രൂപ, അതായത് വർദ്ധിപ്പിച്ച പെൻഷൻ തുക, അങ്ങനെ 3600 രൂപയായിരിക്കും ഓരോ വ്യക്തികൾക്കും എത്തിച്ചേരുക. ഇനി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രത്യേക അപേക്ഷകൾ നൽകണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അത്തരത്തിൽ അപേക്ഷകളൊന്നും തന്നെ ഇനി നൽകേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ മുൻപ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തവർക്ക് ബയോമെട്രിക് മസ്റ്ററിങ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, ഇനി ചിലരോട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു, അതെല്ലാം കൊടുത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്കാണ് സഹായങ്ങൾ ലഭിക്കുന്നത്. നമ്മളുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി. ആധാർ നമ്പർ വെച്ച് പരിശോധിക്കാം, അല്ലെങ്കിൽ പെൻഷനർ ID വെച്ച് പരിശോധിക്കാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. പ്രതിമാസം 1000 രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതായത് വിദ്യാർത്ഥിക്ക് നൈപുണ്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്കൊക്കെ പ്രവേശനം നേടി അത് കൃത്യമായിട്ട് നേടുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇപ്പോൾ SLC പാസ്സായ ശേഷം ITI കോഴ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ +2 കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ, മറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ കഴിഞ്ഞവരുണ്ടാകും. അതിനുശേഷം തൊഴിലധിഷ്ഠിതമായിട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നൈപുണ്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി പരിചയം നേടുന്നവർക്ക് ആ കാലയളവിലേക്ക്, അതായത് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വരെ, ആ ഒരു കാലഘട്ടം വരെ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രായപരിധി കൂടി സർക്കാർ നിശ്ചയിക്കും. നിലവിൽ 35 വയസ്സ് വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ പരമാവധി 40 വയസ്സ് വരെയൊക്കെ ആയിരിക്കും ഇത് നിശ്ചയിക്കുന്നത്. നിലവിൽ 35 എന്നൊക്കെയുള്ള ഒരു കണക്കാണ് സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, റേഷൻ കാർഡ് ഇതിനകത്തൊരു മാനദണ്ഡമാകില്ല. സാമ്പത്തികവും, അതായത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് വാർഷിക വരുമാനമൊക്കെ കൃത്യമായിട്ട് പരിഗണിച്ചേക്കും. ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു കരട് രേഖ ആകുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും അപേക്ഷകൾ വിളിക്കുക. അതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കോഴ്സുകൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഫോണിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപേക്ഷകളാകുന്ന സമയത്ത് ഇതിലേക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ ഉണ്ടാകും. അതുമാത്രമല്ല, കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങളും സർക്കാർ നിശ്ചയിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി ധനസഹായവും ഈ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കും. 2000 രൂപയുടെ ധനസഹായമാണ് ലഭിക്കുക, 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് അറിയിപ്പുകൾ ചെയ്തിരുന്നു. നമ്മളുടെ സംസ്ഥാനത്തെ കർഷകരെല്ലാം ഈ ആനുകൂല്യം മുൻപ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. സ്റ്റാറ്റസ് പരിശോധിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയല്ല, നിലവിൽ നിരവധി കർഷകരെ അനർഹരാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അർഹരാണോ, നമ്മൾ എന്തെങ്കിലും രേഖകൾ ഇനി സമർപ്പിക്കേണ്ടതുണ്ടോ, മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മളുടെ അപേക്ഷകൾ പെൻഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ടോ, പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൻഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ചാലേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഫോൺ വഴി പരിശോധിക്കാവുന്നതേ ഉള്ളൂ. PM കിസാൻ എന്ന് Google Chromeൽ സെർച്ച് ചെയ്താൽ മതി. വെബ്സൈറ്റ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. ആ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി അങ്ങനെ പരിശോധിക്കാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നമുക്കുള്ളതാണ്. ഓരോ കർഷകനും രജിസ്ട്രേഷൻ നമ്പർ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഈ വഴി ഫോൺ വഴി തന്നെ നമുക്ക് എടുക്കാം. അതിനുശേഷം അത് നൽകി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ, ഇവിടെ എത്തിച്ചേർന്ന് ഇത് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൂടി ഒന്ന് കുറിച്ച് നൽകുന്നതിന് വേണ്ടി അവരോട് പറയുക. പിന്നീട് ഏത് ആവശ്യത്തിനും ഈ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. നമ്മളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുകയും ചെയ്യാം. ഇതിലെന്തെങ്കിലുമൊക്കെ പിശക് കാണുന്നവർ അത് എത്രയും വേഗം പരിഹരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.